ഇത് ഓൺ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാത്തത്. കാരണം സബ്സ്ക്രൈബേഴ്സിന് 6 ചെക്ക് പോയിന്റ് ഉണ്ട്. അൽഗോരിതം ചെക്ക് പോയിന്റ് 1ഉം ഷോർട്ട് കട്ട് പോയിന്റ് 2 എന്നും തുടങ്ങി പോയിന്റ് 3, പോയിന്റ് 4, പോയിന്റ് 5 എന്ന് വന്ന് പോയിന്റ് 6-ലെത്തിയാൽ നിങ്ങളുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ആയിട്ട് കൂട്ടും. ഇനി ഇതിനെ ഓഫ് ആക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് പോയിന്റ് 1-ൽ നിന്ന് പോയിന്റ് 6-ലേക്ക് എത്താൻ പറ്റും. അതായത് എനിക്ക് 750 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ചെക്ക് പോയിന്റ് ഞാൻ മാറ്റിയപ്പോഴത്തേക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 20,000 ആയി. അതിൻ്റെ ഇപ്പം 29,000-ലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ചെക്ക് പോയിന്റ് മാറ്റി നിങ്ങൾക്ക് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയുന്നത്. സോ ചെക്ക് പോയിന്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ തൊട്ട് കണ്ടാൽ മതി. എന്നാൽ സബ്സ്ക്രൈബേഴ്സ് കൂടണേ എൻ്റെ കൂടി വീഡിയോ ഫുള്ള് കാണണം. ആദ്യം സബ്സ്ക്രൈബേഴ്സ് എന്നാൽ എന്താണെന്ന് പറയാം. യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോ ഒന്നോ അതിലധികം തവണയോ കണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ് സബ്സ്ക്രൈബേഴ്സ്. ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെ 3 തരത്തിലുണ്ട്. 1, നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്ത് അത് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ. 2, യൂട്യൂബ് അവർക്ക് മുന്നിൽ നമ്മുടെ വീഡിയോ എത്തിച്ചിട്ട് അത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ. ഇനി 3, നമ്മൾ തന്നെ പലതരത്തിൽ ആളുകളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നത്. ഇങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ തിരിക്കാമെങ്കിലും യൂട്യൂബ് അൽഗോരിതം സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നത് ഈ 3 രീതിയിലും അല്ല. പകരം നിങ്ങളുടെ ടെസ്റ്റ് വ്യൂവേഴ്സ് ആയിട്ട് മാത്രമാണ്. ആൻഡ് അതാണ് ചെക്ക് പോയിന്റ് 1. മനസ്സിലാവുന്ന പോലെ പറയാം. ഇപ്പോൾ എൻ്റെത് ഒരു ചെറിയ ചാനലാണെന്ന് നോക്ക്. ഇതിൽ ഞാനൊരു വീഡിയോ ഇട്ടാൽ യൂട്യൂബ് ഈ വീഡിയോ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത്, അതല്ലേ ആ വീഡിയോ കൊള്ളാമോ ഇല്ലയോ എന്ന് നോക്കുന്നത് എൻ്റെ ഈ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചിട്ടാണ്. അതായത് അവരെ കാണിച്ച് അവർ ലൈക്ക് ചെയ്യുന്നോ, കമൻ്റ് ഇടുന്നോ, ഫുള്ള് കാണുന്നോ, പകുതി കാണുന്നോ എന്നെല്ലാം വെച്ച് ഞാനിട്ട വീഡിയോ കൊള്ളാമോ ഇല്ലയോ എന്ന് നോക്കും. എന്തെന്നാൽ യൂട്യൂബ് ഒരിക്കലും ഒരു വീഡിയോ കണ്ടു നോക്കി അത് കൊള്ളാമോ ഇല്ലയോ എന്ന് നോക്കത്തില്ല. നേരെ മറിച്ച് അത് കാണുന്ന വ്യൂവേഴ്സ് ആ വീഡിയോയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ചാണ് യൂട്യൂബ് ആ വീഡിയോ കൊള്ളാമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സോ അതിന് ഞാനിട്ട വീഡിയോ ആ ടൈമിൽ യൂട്യൂബ് ആക്റ്റീവായ 10 പേർക്ക് കാണിച്ച് അവർ കാണുന്നുണ്ടോ എന്ന് നോക്കും. ആൻഡ് അവർ കണ്ടാൽ 10-20 ആകും, 20-40 ആകും, 40-80 ഇംപ്രഷൻ പോകുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇങ്ങനെ ഇംപ്രഷൻ കൂടുന്ന വഴി സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതൽ ന്യൂ വ്യൂവേഴ്സ് ആ വീഡിയോ കാണുകയും എൻ്റെ ആ വീഡിയോ വൈറലാകുകയും ചെയ്യും. ഇത് കണ്ടാൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി കണ്ടില്ലേൽ യൂട്യൂബ് കൊടുക്കുന്ന ഇംപ്രഷൻ കുറച്ച് 40, 20, 10 എന്നും ആകും. അതായത് ആ തുടക്കത്തിൽ കാണിച്ചതല്ലാതെ പിന്നീട് യൂട്യൂബ് ഇംപ്രഷൻ കൊടുത്തു എന്ന് വരില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പോലും കാണുന്നില്ലല്ലോ എന്ന് കരുതി യൂട്യൂബ് വേറെ ആരെയും കാണിക്കാത്തതാണ്. എന്നും പറഞ്ഞാൽ വീഡിയോ ചത്തു എന്നല്ല, മറിച്ച് ആ സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ നിങ്ങളുടെ വീഡിയോ കാണിച്ചപ്പോൾ അവർ കണ്ടില്ല, അതുകൊണ്ട് വ്യൂസ് കിട്ടിയില്ല എന്നാണ്. എന്തെന്നാൽ പിന്നീട് അവരുടെ ടൈമിനാണേലും നിങ്ങളുടെ വീഡിയോ വന്ന് കണ്ടാൽ ആ വീഡിയോയ്ക്ക് വീണ്ടും ജീവൻ വെക്കും. പോട്ടെ അവർ കണ്ടില്ലേലും വല്ല ന്യൂ വ്യൂവേഴ്സ് സെർച്ച് ചെയ്തും മറ്റും കണ്ടാൽ മതി, യൂട്യൂബ് വീണ്ടും ഇംപ്രഷൻ കൊടുക്കാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ ആദ്യം കാണാതെ പിന്നീട് കണ്ടാലും യൂട്യൂബ് ഇംപ്രഷൻ കൊടുക്കും. ആൻഡ് അതാണ് അൽഗോരിതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് കാണുന്നത് ടെസ്റ്റ് വ്യൂവേഴ്സ് ആയിട്ടാണെന്ന്. അവർക്ക് നിങ്ങളുടെ ഒരു നല്ല വീഡിയോയ്ക്ക് വ്യൂസ് തരാതാക്കാനും കൊള്ളാത്തൊരു വീഡിയോയെ വൈറലാക്കാനും പറ്റും. എന്നാൽ നിങ്ങൾ ഈ സബ്സ്ക്രൈബേഴ്സിനെ ഷോർട്ട് കട്ട് വഴി കൂട്ടിയാൽ എന്ത് സംഭവിക്കും? അതാണ് ചെക്ക് പോയിന്റ് 2. ഫസ്റ്റ് ഷോർട്ട് കട്ട് എന്നാൽ എന്താണെന്ന് പറയാം. നമ്മളായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നതിനെയാണ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഒന്നിച്ച് മുന്നേറാം, സബ് ഫോർ സബ്, കൂട്ടുകാരെയും വീട്ടുകാരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നത്, കുറെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നത്, ആൻഡ് ആൾസോ കാശ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നത് പോലുള്ള കാര്യങ്ങളാണ്. ഈ 5 രീതിയിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയാലും യൂട്യൂബ് ആ ഒരു ചാനലിനെ ഡെഡ് ആക്കി മാറ്റും. സോ നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലേൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഇവിടം തൊട്ട് കണ്ടാൽ മതി. എന്നാൽ ചെയ്തിട്ടുണ്ടേ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റിൽ പറയാനുള്ളത്, നിങ്ങളിതിൽ ഏത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ ഔട്ട്കം ചാനൽ ഡെഡ് ആവും എന്നതാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അത് വെച്ച് ഇതെന്താണ്, ഇതെങ്ങനെ പരിഹരിക്കാം എന്നെല്ലാം പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളിതിൽ എന്ത് തന്നെ ചെയ്താലും ഒരേ രീതിയിലെ സംഭവം നടക്കത്തുള്ളൂ. സോ ഞാൻ ഒന്നിച്ച് മുന്നേറാൻ വെച്ച് കാര്യം പറയാം. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം കത്തും. എന്താണ് ഈ ഒന്നിച്ച് മുന്നേറാം? സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ട് അതിന് റീപ്ലൈ ഇടുന്നവരുടെ ചാനൽ ഞാനും സബ്സ്ക്രൈബ് ചെയ്യും. ആൻഡ് ആ ചാനലുള്ള ആൾ തിരിച്ച് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്ന കുറുക്ക് വഴിയാണ് ഒന്നിച്ച് മുന്നേറാം എന്ന് പറയുന്നത്. ഇതിന് 2 വശമുണ്ട്. നല്ല വശമുണ്ട്, മോശവശമുണ്ട്. ആദ്യം മോശവശം എന്താണെന്ന് പറയാം. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നമ്മുടെ വീഡിയോസ് ഒരിക്കലും കാണില്ല. കാരണം അവരെൻ്റെ വീഡിയോ കണ്ടോ, എന്നെ കണ്ടോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരല്ല. നേരെ മറിച്ച് ഞാൻ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തവരാണ്. അങ്ങനെയുള്ളവർ ആ ചാനലിലെ വീഡിയോസ് കാണില്ല. എന്തിനേറെ പറയുന്നു, നിങ്ങളിത് ചെയ്തിട്ടുണ്ടേ ഒരു 40-50 ചാനലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ എല്ലാം വീഡിയോസ് നിങ്ങളിരുന്ന് കാണാറുണ്ടോ? ഒരിക്കലും ഇല്ല. സെയിം കാര്യമാണ് അവരും ചെയ്യുന്നത്. നോക്കി, ഇങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സ് ജസ്റ്റ് ഒരു ചെറിയ ട്രോഫി പോലെ. എന്തെന്നാൽ ട്രോഫി കാണാൻ കൊള്ളാം, ഇനി മറ്റൊരാൾ അത് കണ്ട് കൊള്ളാമല്ലോ എന്ന് പറയുമ്പം നമുക്കൊരു പ്രൗഡ് ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നാൽ വേറെ വല്ല ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല.
സെയിം രീതിയിൽ ആളുകളെ കാണിക്കാൻ എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നതല്ലാതെ വേറെ ഉപകാരം ഇല്ലാന്ന് മാത്രമല്ല ഉപദ്രവവും ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നത് ടെസ്റ്റ് വ്യൂവേഴ്സ് ആയിട്ടാണ്. ആൻഡ് അങ്ങനെ നിങ്ങളുടെ വീഡിയോ ഈ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചാൽ അവർ കാണില്ല. അത് കാരണം യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ കൊള്ളില്ല എന്ന് കരുതി വ്യൂസ് തരില്ല. എന്ന് വെച്ചാൽ എത്ര നല്ല വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ ഈ സബ്സ്ക്രൈബേഴ്സ് സമ്മതിക്കില്ല. ആൻഡ് അങ്ങനെ ആ ചാനൽ ഇവർ മുഖേന ഡെഡ് ആവും. ഫോർ എക്സാമ്പിൾ 5000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലിൽ കിട്ടുന്ന വ്യൂസ് 100-200 ഒക്കെ ആണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ചാനലിന് പണി കിട്ടി തുടങ്ങിയെന്നാണ്. സോ മോശവശം പറഞ്ഞു കഴിഞ്ഞ് ഇനി ഇതുകൊണ്ടുള്ള നല്ല വശം പറയാം. ഈ ഒരു പ്രശ്നം പറ്റി പണി കിട്ടിയ ഒരാൾ പിന്നെ ഒരിക്കലും ഇത് വീണ്ടും ചെയ്യില്ല. തെറ്റിദ്ധരിക്കാൻ വരട്ടെ, കാരണം ഞാനിത് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് നിങ്ങളെക്കാളും കുറേ കാര്യങ്ങൾ അറിയാം, ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്നൊന്നുമല്ല. മറിച്ച് നിങ്ങളെക്കാളും കൂടുതൽ തവണ ഇതൊക്കെ ചെയ്ത് പണി കിട്ടിയ ഒരാളായതുകൊണ്ടാണ്. അതുകൊണ്ട് പറയുവാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കണേ ഒരിക്കലും ഇതൊന്നും തന്നെ ചെയ്യരുത്. ഇനി കാശ് വേണ്ട, കാണിക്കാൻ കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ മതിയെങ്കിൽ അതിനുള്ള ഷോർട്ട് കട്ടാണ് ഇത്. എന്തായാലും ഈ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് പറയാം. ഇതിന് 3 സൊല്യൂഷൻസ് ഉണ്ട്. ഒന്ന്, പുതിയൊരു ചാനൽ തുടങ്ങുക, വീണ്ടും ഇത് ചെയ്യാതിരിക്കുക. അതല്ലെങ്കിൽ പഴയ സബ്സ്ക്രൈബേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്ന പുതിയ ഓഡിയൻസിനെ ചാനലിലേക്ക് എത്തിക്കുക. ഇനി ഇത് രണ്ടും വയ്യായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് നിങ്ങളുടെ വീഡിയോസ് കാണിപ്പിക്കുക. സൊല്യൂഷൻ 1 സിമ്പിളാണ്. പുതിയൊരു ചാനൽ തുടങ്ങുക, വീഡിയോസ് ഇടുക, ഓർഗാനിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക. ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ എങ്കിലും എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ ചാനൽ ഇപ്പോൾ ഡെഡ് ആയാൽ പോലും ഞാൻ പുതിയൊരു ചാനൽ ഉണ്ടാക്കില്ല. എന്തെന്നാൽ ഈ ചാനലിൽ ഇട്ട വീഡിയോസ്, അതിൻ്റെ വ്യൂസ്, വാച്ച് ടൈം, കമൻറ്റ് എല്ലാം കളയാൻ എനിക്ക് താല്പര്യമില്ല. നല്ല വീഡിയോസാണ്, അതുകൊണ്ട് പുതിയൊരു ചാനൽ തുടങ്ങാൻ മനസ്സ് വരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് പോയാലും പ്രശ്നമില്ല എങ്കിൽ പുതിയൊരു ചാനൽ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അത് പറ്റത്തില്ലേ, അടുത്ത സൊല്യൂഷനാണ് ഓഡിയൻസിനെ റീപ്ലേസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയാം, നിങ്ങളുടെ ചാനലിലേക്ക് പുതിയൊരു ഓഡിയൻസിനെ എത്തിക്കാനും പറ്റണം. ആൻഡ് അവർ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ആവണം. അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് ഒന്നിച്ച് മുന്നേറി ഉണ്ടാക്കിയെങ്കിൽ പുതിയ വ്യൂവേഴ്സ് വഴി അതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ചാനലിൽ എത്തിക്കണം. ഇതുവഴി പഴയ സബ്സ്ക്രൈബേഴ്സിന് വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നത് യൂട്യൂബ് കുറയ്ക്കുകയും പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കുകയും ചെയ്യും. നോക്കി, ഇതിനൊരു ട്രിക്ക് ഉണ്ട്. ആൻഡ് ആ ട്രിക്ക് ഞാൻ വീഡിയോയുടെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ആ ട്രിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അടുത്ത 3ാമത്തെ സൊല്യൂഷൻ, ഇപ്പം നിങ്ങൾക്കുള്ള സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോസ് കാണിക്കുക എന്നതാണ്. ഇത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. എന്നാൽ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് നിങ്ങളുടെ വീഡിയോസ് കാണിക്കാൻ പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇതിലും എളുപ്പം പുതിയ ഓഡിയൻസിനെ കൊണ്ടുവരുന്നതാണ്. ആൻഡ് അതിനേക്കാളും എളുപ്പം പുതിയൊരു ചാനൽ തുടങ്ങുന്നതാണ്. ഇതോടുകൂടി ഷോർട്ട് കട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ശരിക്കും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ളൊരു ട്രിക്കാണ് പറയുന്നത്. യൂട്യൂബിൽ 3 തരത്തിലുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ട്. ആൻഡ് അവർക്കെല്ലാം പലതരത്തിലാണ് സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള ട്രിക്ക് ഉള്ളത്. ഒന്ന്, വ്യൂസും കിട്ടുന്നില്ല സബ്സ്ക്രൈബേഴ്സും കൂടുന്നില്ല എന്നുള്ളവർ. ഇത് മെയിനായിട്ട് പുതിയ യൂട്യൂബേഴ്സാണ്. ഇനി 2, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാൽ വ്യൂസ് ഇല്ല എന്നുള്ളവർ. ഇത് മെയിനായിട്ട് ചാനൽ ഡെഡായവർ അല്ലെ ഒന്നിച്ച് മുന്നേറിയവരാണ്. അടുത്ത 3, വ്യൂസ് കിട്ടുന്നുണ്ട് എന്നാൽ സബ്സ്ക്രൈബേഴ്സ് കൂടാത്തവർ. ഇനി ഇതല്ലാതെ 4ാമതൊരു കൂട്ടം ക്രിയേറ്റേഴ്സ് ഉണ്ട്. വ്യൂസും കിട്ടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നുണ്ട് എന്നുള്ളവർ. ആൻഡ് അവർക്കത് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കാര്യം ഇവിടെ പറയുന്നില്ല. പകരം ഈ 3 തരം ക്രിയേറ്റേഴ്സിന് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാമെന്നാകും പറയുക. എന്നാൽ അത് പറയുന്നതിന് മുമ്പ് ഈ 3 കൂട്ടരും ഒരേപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറയാം. നമുക്ക് ഓരോ ചാനലിനും ഒരു വ്യൂവേഴ്സ് ടു സബ്സ്ക്രൈബർ റേഷ്യോ കാണും. അതായത് ഒരു വീഡിയോയ്ക്ക് ഇത്ര വ്യൂസ് കിട്ടിയാൽ അതിൽ നിന്ന് ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് 1000 വ്യൂസ് കിട്ടിയാൽ അതിൽ നിന്ന് എനിക്ക് 5 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാറുണ്ട്. സോ അങ്ങനെ നോക്കിയാൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് എളുപ്പമാണ് അല്ലേ? ഒരിക്കലും അല്ല. കാരണം ഇവിടെ വ്യൂസ് കിട്ടുന്നതിൻ്റെ പാടാണ്, അപ്പോഴാണ് അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്. ആൻഡ് ഇവിടെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ടത്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണേ ആദ്യം വ്യൂസ് കിട്ടണം, വ്യൂസ് കിട്ടണേ ആദ്യം ഇംപ്രഷൻ പോകണം. സോ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾക്ക് വേണ്ടത്ര വ്യൂസ് കിട്ടുന്നില്ല എന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത്ര വ്യൂസ് കിട്ടുന്നില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടത്ര ഇംപ്രഷൻ പോകുന്നില്ല എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ ക്രിയേറ്റേഴ്സിന് ഇംപ്രഷൻ കിട്ടുന്നില്ല, അതുകൊണ്ട് വ്യൂസും ഇല്ല സബ്സ്ക്രൈബേഴ്സും ഇല്ല. 2ാമത്തെ ക്രിയേറ്റേഴ്സിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാൽ വ്യൂസും കിട്ടാറില്ല ഇംപ്രഷനും പോകാറില്ല. അടുത്ത 3ാമത്തെ ക്രിയേറ്റേഴ്സിന് ഇംപ്രഷനും പോകാറുണ്ട് വ്യൂസും കിട്ടാറുണ്ട് എന്നാൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. സോ ആദ്യം നിങ്ങൾ ഇതിൽ ഏത് ക്രിയേറ്റർ ആണെന്ന് നോക്കുക. ശേഷം നിങ്ങൾക്ക് കിട്ടാത്ത എന്താണെന്ന് നോക്കി അതെങ്ങനെ കിട്ടുമെന്ന് മനസ്സിലാക്കുക. ആദ്യം 1ാമത്തെ ക്രിയേറ്റേഴ്സിന് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമെന്ന് പറയാം. നോക്ക് ബ്രോ, നിങ്ങൾക്ക് വേണ്ടത് ഇംപ്രഷനാണ്, സബ്സ്ക്രൈബേഴ്സ് അല്ല. കാരണം നിങ്ങളുടെ വീഡിയോ ആരുടെയിലൊക്കെ മുമ്പ് എത്തിയാലേ അവർക്കത് കാണാൻ പറ്റൂ. എന്നിട്ട് അവസാനമാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടണേ ആദ്യം ഇംപ്രഷൻ കിട്ടണം. ഈ പ്രോബ്ലം മെയിനായിട്ട് വരുന്നത് പുതിയ ക്രിയേറ്റേഴ്സിനാണ്. ആൾസോ ഡെഡായ ചാനലിൽ പുതിയ ഓഡിയൻസിനെ കൊണ്ടുവരാനും ഈ ട്രിക്ക് ഉപയോഗിക്കാം.
എന്തായാലും ഞാനിത് പറഞ്ഞു തരുന്നത് പുതിയ യൂട്യൂബേഴ്സിന് ഇംപ്രഷൻ കിട്ടുന്ന രീതിയായിട്ടായിരിക്കും. ആ സെയിം കാര്യം ഡെഡ് ആയ ചാനലുള്ളവർക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം. പിന്നെ ഇംപ്രഷൻ എന്താണെന്ന് അറിയാത്തവർ ഈ വീഡിയോ ഇതാ ഇവിടെ തൊട്ട് കണ്ടാൽ മതി, നമുക്ക് ബാക്കി പറയാം. സോ ഒരു പുതിയ ചാനലിൽ എങ്ങനെ ഇംപ്രഷനും വ്യൂസും ഈസിയായി കിട്ടും? നമുക്കൊരു ചാനൽ തുടങ്ങുമ്പം യൂട്യൂബിൽ നമ്മളിടുന്ന വീഡിയോസ് ആരെ കാണിക്കണമെന്ന് അറിയില്ല. ഇനി തുടങ്ങുന്നവർക്കാണെങ്കിൽ എന്തിട്ടാൽ വൈറലാകുമെന്നും അറിയത്തില്ല. ഇത് കാരണം അവർക്ക് തോന്നിയതിടും, യൂട്യൂബ് അത് കുറച്ച് പേർക്ക് കാണിക്കും. അതായത് ഇംപ്രഷൻ ഓവർ ടൈം കുറയും. കാരണം ഒരു വീഡിയോയ്ക്ക് എത്ര ഇംപ്രഷൻ പോകണമെന്നത് രണ്ട് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒന്ന്, എന്തിനെക്കുറിച്ചാണ് വീഡിയോ. ഇനി രണ്ട്, ആ വീഡിയോ ഉണ്ടാക്കിയ വിധം. അതായത് വീഡിയോയുടെ ഐഡിയയും ആ വീഡിയോയുമാണ് ഇംപ്രഷൻ കൂട്ടാനുള്ള ട്രിക്ക്. മനസ്സിലായില്ലല്ലേ? എങ്കിൽ മനസ്സിലാവുന്ന പോലെ പറയാം. ഒരു ചാനൽ തുടങ്ങുമ്പം ഒരിക്കലും ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്ക് വീഡിയോ ഇടരുത്. അതല്ലേ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള കാറ്റഗറിയിൽ വീഡിയോ ഇടരുത്. എന്തെന്നാൽ അങ്ങനെ ചെയ്താൽ ഇംപ്രഷൻ പോകില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു കുക്കിംഗ് ചാനൽ തുടങ്ങി നോക്ക്. ആ സമയത്ത് കുഴിമന്തി ട്രെൻഡിങ്ങുമാണ്. ഇങ്ങനെയുള്ളപ്പം നിങ്ങൾ ആ ചാനലിൽ ചിക്കൻ കറി എങ്ങനെ വെക്കാം, മീൻ കറി എങ്ങനെ വെക്കാം എന്നൊക്കെ വീഡിയോ ഇട്ടാൽ അതിന് വളരെ കുറച്ച് ഇംപ്രഷൻ മാത്രമേ പോകത്തുള്ളൂ. കാരണം അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നേരത്തെ യൂട്യൂബിൽ കുറേ ഉണ്ട്. ആൻഡ് അങ്ങനെയുള്ളപ്പോൾ ഒരു പുതിയ ചാനലിലെ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നത് പാടാണ്. എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ഇതിന് പകരം എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് കുഴിമന്തി ഉണ്ടാക്കാം, മൈനസ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നൊക്കെ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് മുമ്പിട്ട വീഡിയോയെക്കാളും 100 ഇരട്ടി ഇംപ്രഷൻ പോകും. അതായത് സാധാരണയേക്കാൾ ഇംപ്രഷൻ കിട്ടും. അതിന് പുതിയ ചാനലാണേലും ഇംപ്രഷൻ കിട്ടും. ഇതിൻ്റെ കാരണം ഞാൻ പറയാം. ഒരു പുതിയ ചാനൽ ആളുകൾ കാണണമെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ അവർക്ക് കാണിച്ചത് കൊണ്ടായിരിക്കും. ഇത് രണ്ടും നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ആൻഡ് അതാണ് ഞാൻ ഇത്രയും നേരം പറയാതെ പറഞ്ഞത്. എന്തെന്നാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കുഴിമന്തിയുടെ വീഡിയോ ഇട്ടാൽ വൈറലാകുമെന്നല്ല. നേരെ മറിച്ച് നിങ്ങളുടെ കാറ്റഗറിയിൽ വ്യൂവേഴ്സ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഓടിയെത്തുന്നത് എന്ത് കാണാനാണ്, എങ്ങനെ ഉണ്ടാക്കിയത് കാണാനാണ് എന്നൊക്കെ നോക്കി അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കണം എന്നതാണ്. അതിങ്ങനെ ഈ രീതിയിൽ വീഡിയോസ് ഉണ്ടാക്കി ഇട്ടാൽ നിങ്ങളൊരു കൂട്ടം പുതിയ ഓഡിയൻസിനെ നിങ്ങളുടെ ചാനലിലേക്ക് എത്തിക്കുകയാണ് എന്നതാണ് അർത്ഥം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ച് പറയുവാണെങ്കിൽ, എൻ്റെ ഓഡിയൻസായ യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കൂട്ടാന്ന് സെർച്ച് ചെയ്ത് എൻ്റെ ഈ വീഡിയോ കണ്ടോളൂ. ഇനി അതല്ലേ എൻ്റെ ഈ വീഡിയോ യൂട്യൂബായിട്ട് ആ യൂട്യൂബേഴ്സിൻ്റെ മുമ്പിലേക്ക് എത്തിക്കും. കാരണം ഞാൻ ഈ ഉണ്ടാക്കിയ വീഡിയോ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ്. ആൻഡ് ആ കാര്യം യൂട്യൂബിന് മനസ്സിലായാൽ, അതായത് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് യൂട്യൂബിന് മനസ്സിലായാൽ, യൂട്യൂബായിട്ട് അവരുടെ മുമ്പിൽ എൻ്റെ വീഡിയോസ് എത്തിച്ചോളും. ഇപ്പോൾ ഈ പറഞ്ഞ രീതി കുക്കിംഗ് ചാനലിലും എൻ്റെ ചാനലിലും മാത്രമല്ല വർക്കാകുന്നത്. എല്ലാവർക്കും എല്ലാ കാറ്റഗറിയിലും ഇത് വർക്കിംഗ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ആളുകൾക്ക് വേണ്ടതാണേ മാത്രം യൂട്യൂബ് ഇംപ്രഷൻ കൊടുക്കും. അതല്ലേൽ ഇംപ്രഷൻ കുറഞ്ഞുകൊണ്ടേ പോകും. സോ ഇംപ്രഷൻ കിട്ടാനും വ്യൂസ് കിട്ടാനും ആളുകൾക്ക് ഇപ്പം വേണ്ട എന്താണെന്ന് നോക്കി അത് ആദ്യം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. ആൻഡ് അങ്ങനെ നിങ്ങൾക്ക് ഈസിയായി മൂന്നാമത്തെ ടൈപ്പ് ക്രിയേറ്റർ ആയിട്ട് മാറാൻ പറ്റും. നോക്ക്, നിങ്ങൾ ഒരിക്കലും രണ്ടാമത്തെ ടൈപ്പ് ക്രിയേറ്റേഴ്സ് ആകാൻ നോക്കരുത്. ഇവർ ചാനൽ ഡെഡ് ആയവരാണ്. നിങ്ങളുടെ ചാനൽ ഡെഡ് അല്ല എങ്കിൽ നിങ്ങൾക്കുള്ള ബാക്കി ട്രിക്ക് പറയുന്നത് ഇവിടം തൊട്ടാണ്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ക്രിയേറ്റേഴ്സിന് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റും? സോറി, നിങ്ങളുടെ പ്രശ്നം സബ്സ്ക്രൈബേഴ്സ് അല്ല, ഇംപ്രഷൻ ആൻഡ് വ്യൂസ് ആണ്. അതായത് അത് കിട്ടിയാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടൂ. ആൻഡ് ഇതിനുള്ള ട്രിക്ക് എന്താണെന്ന് ഞാൻ വീഡിയോയുടെ ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്താണ് ഇവിടെ വന്നതെങ്കിൽ വീഡിയോയുടെ ഈ ഭാഗം പോയി കണ്ടാൽ മതി, നിങ്ങൾക്ക് ഇതിൻ്റെ ട്രിക്ക് കിട്ടും. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ക്രിയേറ്റേഴ്സിന് എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാമെന്ന് പറയാം. ഞാൻ മുമ്പ് പറഞ്ഞ് നിങ്ങൾക്ക് ഇംപ്രഷൻ കിട്ടിയാലേ വ്യൂസ് കിട്ടൂ, വ്യൂസ് കിട്ടിയാലേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമെന്ന്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഇംപ്രഷനും വ്യൂസും ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതാണ് പ്രോബ്ലം. വെൽ, ഇതിന് നിങ്ങൾ ഇനി പറയുന്ന കാര്യം മനസ്സിലാക്കുക. യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോ ആകട്ടെ ഷോർട്സ് ആകട്ടെ അത് കാണുന്നത് 3 തരം വ്യൂവേഴ്സാണ്. 1 ന്യൂ വ്യൂവേഴ്സ്, 2 റീറ്റേണിംഗ് വ്യൂവേഴ്സ്, 3 സബ്സ്ക്രൈബേഴ്സ്. ന്യൂ വ്യൂവേഴ്സ് നിങ്ങളുടെ ചാനലും വീഡിയോസും ആദ്യമായിട്ട് കാണുന്നവരാണ്. എന്നാൽ റീറ്റേണിംഗ് വ്യൂവേഴ്സ് നിങ്ങളുടെ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീണ്ടും വന്ന് കാണുന്നവരാണ്. ഇനി സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോസ് കാണുന്നവരാണ്. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്ന് റീറ്റേണിംഗ് വ്യൂവേഴ്സിനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ശേഷം ന്യൂ വ്യൂവേഴ്സ്, കാഷ്വൽ വ്യൂവേഴ്സ്, റെഗുലർ വ്യൂവേഴ്സ് എന്നാക്കി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി ഒരു എക്സാമ്പിൾ തരാം. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ആണിത്. ഇതിന് ടോട്ടൽ 6600 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് ന്യൂ വ്യൂവേഴ്സ് 997, കാഷ്വൽ വ്യൂവേഴ്സ് 4000, റെഗുലർ വ്യൂവേഴ്സ് 517 ഇനി ഇത് എത്ര പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് അറിയാൻ ഈ വാച്ച് ടൈം ഫ്രം സബ്സ്ക്രൈബേഴ്സ് വെച്ച് നോക്കി അങ്ങനെ 2700 സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇത് 100% ആക്യുറേറ്റ് അല്ല, എന്നാൽ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസ് ഏതാണെന്ന് ഒരു ഏകദേശം ഐഡിയ കിട്ടും. ആൻഡ് അതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏത് വ്യൂവേഴ്സാണ്, ഏറ്റവും കുറവ് വ്യൂവേഴ്സ് ഏതാണ് എന്നെല്ലാം നോക്കി വെക്കുക. എന്തായാലും നമുക്ക് ബാക്കി പറയാം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ വീണ്ടും വീണ്ടും കാണുന്ന വഴി ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് കൂടില്ല, അതുവഴി വ്യൂസേ കൂടൂ. പകരം സബ്സ്ക്രൈബേഴ്സ് കൂടണേ ന്യൂ വ്യൂവേഴ്സും റീറ്റേണിംഗ് വ്യൂവേഴ്സും തന്നെ വീഡിയോസ് കാണണം.
ന്യൂ വ്യൂവേഴ്സ് കിട്ടാനുള്ളൊരു വഴി ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി റീറ്റേണിംഗ് വ്യൂവേഴ്സിനെ കിട്ടാനുള്ള ട്രിക്ക് പറയാം. റീറ്റേണിംഗ് വ്യൂവേഴ്സിനെ യൂട്യൂബ് എടുത്ത് കളഞ്ഞ് സമ്മതിച്ച്, പക്ഷേ നിങ്ങൾ റീറ്റേണിംഗ് വ്യൂവേഴ്സ് എന്നുള്ള രീതി മനസ്സിലാക്കിയാൽ മതി. അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്നിൽ കൂടുതൽ തവണ നമ്മുടെ വീഡിയോസ് കാണുന്നവർ. എന്നാൽ അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി ക്ലിയർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതായത് എനിക്ക് 1000 വ്യൂസ് കിട്ടിയാൽ അതിൽ നിന്ന് 5 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ സത്യത്തിൽ 1000 പേര് 900 പേരും എൻ്റെ സബ്സ്ക്രൈബേഴ്സും ബാക്കി 100 പേര് ന്യൂ ആൻഡ് റീറ്റേണിംഗ് വ്യൂവേഴ്സാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ 100 ന്യൂ ആൻഡ് റീറ്റേണിംഗ് വ്യൂവേഴ്സിൽ നിന്നാണ് എനിക്ക് 5 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്. സോ അങ്ങനെ നോക്കിയാൽ 25,000 ന്യൂ വ്യൂവേഴ്സിനെ കിട്ടിയാൽ എനിക്ക് ഈസി ആയിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് കൂടും. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ 100 ഇരട്ടി വ്യൂസിനെ കിട്ടിയാൽ നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം നോക്ക്. അങ്ങനെയാണെങ്കിൽ 1,00,000 ന്യൂ വ്യൂവേഴ്സിനെ കിട്ടിയാൽ മാത്രം മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് 1000 കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. ഇത്രയുള്ള എനിക്ക് പറയാനുള്ള കാര്യം. സോ റീറ്റേണിംഗ് വ്യൂവേഴ്സിനെ എങ്ങനെ കൂട്ടാം? റീറ്റേണിംഗ് വ്യൂവേഴ്സിനെ കൂടുതൽ കിട്ടി സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ട വീഡിയോസ് എല്ലാം വീണ്ടും 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 ഇട്ട് ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും വരുമെന്നുള്ള ഉറപ്പ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എൻ്റെ ഓഡിയൻസ് യൂട്യൂബേഴ്സാണ്. അവർക്ക് ഷോർട്സ് ഇടാൻ പറ്റിയ ബെസ്റ്റ് ടൈം അറിയണം, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടു. അവർക്ക് ഷോർട്സ് ഫ്രീസ് മാറ്റണം, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടു. അവർക്ക് ഡെയിലി എത്ര ഷോർട്സ് ഇട്ടാൽ വൈറലാകുമെന്ന് അറിയില്ല, സോ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടു. അതിങ്ങനെ ഡിസ്ക്രിപ്ഷൻ, ഷോർട്സ് വൈറലാക്കുന്ന ട്രിക്ക്, എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ എന്ന് വീണ്ടും വീണ്ടും ഇട്ടപ്പോൾ ന്യൂ വ്യൂവേഴ്സ് കണ്ട് റീറ്റേണിംഗ് വ്യൂവേഴ്സായി. റീറ്റേണിംഗ് വ്യൂവേഴ്സ് ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും കിട്ടാൻ സബ്സ്ക്രൈബേഴ്സായി മാറി. അതായത് അവർ സബ്സ്ക്രൈബ് ചെയ്ത്. കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നും, എന്നാൽ ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ചാനലിലേക്ക് ന്യൂ വ്യൂവേഴ്സിനെ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും വലിയ പാടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വഴി വ്യൂസ് കിട്ടിത്തുടങ്ങിയാൽ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു കാരണം കൊടുത്താൽ മാത്രം മതി. ആൻഡ് അതെങ്ങനെ ചെയ്യാമെന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് എൻ്റെ ഈ 2 ഷോർട്സ്. ഒന്നാമത്തെ ഷോർട്സിന് 6.8 ലക്ഷം വ്യൂസ് ഉണ്ട്, എന്നാൽ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് 2.2K മാത്രമാണ്. ഇനി രണ്ടാമത്തെ ഷോർട്സിന് 4.9 ലക്ഷം വ്യൂസേ ഉള്ളൂ, പക്ഷേ എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് 11K സബ്സ്ക്രൈബേഴ്സിനെയാണ്. ഈ ഷോർട്സ് ഇല്ലാത്ത എന്ത് തേങ്ങയാണ് ഈ ഷോർട്സിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരെണ്ണം ഉണ്ട്: സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാരണം. എന്തെന്നാൽ ഈ ഷോർട്സിൽ ഞാൻ ജസ്റ്റ് റവന്യൂ റിവീൽ ചെയ്ത് ഷോർട്സ് തീർന്നു. പക്ഷേ ഈ ഷോർട്സിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു, ബാക്കി ഇതിനെക്കുറിച്ച് അറിയണേ സബ്സ്ക്രൈബ് ചെയ്യും, ഞാൻ അതിനെക്കുറിച്ച് ഒരു ലോങ് വീഡിയോ ഇടുന്നതാണെന്ന്. ആൻഡ് ഇതുവഴി എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. എടാ ചുമ്മാ ഇല്ലാത്ത കാര്യമൊന്നും പറയാതെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഷോർട്സിലും പറയുന്ന ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ, പക്ഷെ ഒരുത്തരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാറില്ലല്ലോ. നമുക്ക് അവർ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ 2 കാര്യമാണ് വേണ്ടത്. ഒന്ന്, അവർക്ക് നിങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും വാല്യൂ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിനോട് ഇഷ്ടം തോന്നിപ്പിക്കണം. ആൻഡ് രണ്ടാമതാണ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാരണം കൊടുക്കേണ്ടത്. അതായത് അവർ എന്തിന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അവർക്ക് കാണിച്ചു കൊടുത്തിട്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാവുള്ളൂ. അല്ലാതെ വെറുതെ സബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല. അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യൂ. സോ ആളുകൾക്ക് വേണ്ട വീഡിയോസ് വീണ്ടും വീണ്ടും ഇട്ടാൽ അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യും. ആൻഡ് അതുവഴി നിങ്ങൾക്ക് 4ാമത്തെ ടൈപ്പ് ക്രിയേറ്ററായിട്ട് മാറാൻ പറ്റും. ഈ വീഡിയോ ചുരുക്കി പറഞ്ഞാൽ, നല്ല ഐഡിയയിൽ വീഡിയോ ഇട്ടാൽ ഇംപ്രഷൻ പോകും, അതുവഴി ന്യൂ വ്യൂവേഴ്സിനെ കിട്ടും. വീഡിയോയിൽ വാല്യൂ പ്രൊവൈഡ് ചെയ്താൽ അവർ റീറ്റേണിംഗ് വ്യൂവേഴ്സ് ആകും. ആൻഡ് അവസാനം അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റീസൺ കൊടുക്ക്, അവർ സബ്സ്ക്രൈബേഴ്സായിട്ട് മാറും. ഇതായിരുന്നു ഒരു വ്യൂവറിനെ സബ്സ്ക്രൈബറാക്കി മാറ്റാനുള്ള റിയൽ ട്രിക്ക്. ഇതല്ലാതെ ഈ കാണുന്നതെല്ലാം ചാനൽ നശിപ്പിക്കാനുള്ള കുറുക്ക് വഴിയാണ്. നോക്കി, ഈ വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് 2 മാസം വേണ്ടി വന്നു. ആദ്യം ഉണ്ടാക്കി വെച്ച വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകാൻ പാടാൻ തോന്നിയപ്പോഴത്തേക്ക് ഞാനത് കളഞ്ഞിട്ട് വീണ്ടും ആദ്യം തൊട്ടുണ്ടാക്കി. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് അത് ശരിയായില്ല. അപ്പം വീണ്ടും സ്ക്രിപ്റ്റ് മാറ്റി, പിന്നെ സ്ക്രിപ്റ്റ് മാറ്റി, പിന്നെ സ്ക്രിപ്റ്റ് മാറ്റി, അവസാനമാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടാക്കിയത്. എനിക്ക് വേണേൽ ആദ്യം ഉണ്ടാക്കിയതങ്ങ് ഇടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടായിരുന്നെങ്കിൽ എനിക്ക് കുറേ വ്യൂസ് കിട്ടുമെന്നതല്ലാതെ നിങ്ങളിൽ കുറേ പേർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്ന് വരില്ല. അതായത് പലർക്കും വീഡിയോ മനസ്സിലാകാതെ പോയേനെ. സോ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയോണ്ട് ഞാൻ ചോദിക്കുവാണ്, ഒരു ലൈക്ക് അടിക്ക്, ഒരു കമൻറ്റ് ഇട്. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചെക്ക് പോയിന്റ് ഷോർട്സ് ഫ്രീസിലെ ചെക്ക് പോയിന്റ് പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ തൊട്ടാൽ മതി, ഞാൻ അവിടെ വന്ന് നിങ്ങൾക്ക് കാര്യം പറഞ്ഞുതരാം.